പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെയും ഞാനായിരിക്കുന്ന പ്രിയ ഗ്രൂപ്പിലുള്ള എല്ലാ പ്രിയപ്പെട്ടവരുടെയും എളിയ സ്നേഹവന്ദനം ഈ സന്ധ്യാരാത്തിൽ അറിയിക്കുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്നും നാം പതിപോലെ ചിന്തിച്ചു വരുന്നതായ വിഷയത്തോടുള്ള ബന്ധം തന്നെയാണ് ഇന്നും ചിന്തിക്കുന്നത്. ഇന്നത്തെ ഭാഗം 90-ാം ഭാഗമാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വിശ്രമത്തെക്കുറിച്ച് ചിന്തിച്ചു. ഇന്ന് നാം ആശ്രയത്തെക്കുറിച്ചാണ് ചിന്തിക്കുവാൻ പോകുന്നത്. ദൈവത്തിന് വീണ്ടും മഹത്വം ഉണ്ടായിരിക്കട്ടെ. 2 ശമൂവേലിൻ്റെ പുസ്തകം 22-ന്റെ 2-ാം വാക്യത്തിൽ വണ്ണം പറയുകയാണ്: യഹോവ എൻ്റെ ശൈലവും എൻ കോട്ടയും എൻ്റെ രക്ഷകനുമാകുന്നു, എൻ്റെ പാറയായ ദൈവം, അവനിൽ ഞാൻ ആശ്രയിക്കും. എൻ്റെ പരിചയും എൻ്റെ രക്ഷയുമായ കൊമ്പും എൻ്റെ ഗോപുരവും എൻ്റെ സങ്കേതവും എൻ്റെ രക്ഷിതാവേ, നീ എന്നെ സാഹസത്തിൽ നിന്നും രക്ഷിക്കുന്നു എന്ന് ഇവണ്ണം അവിടെ എഴുതപ്പെട്ടിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. 2-3 വാക്യങ്ങളാണ് നാം വായിച്ച് കേട്ടത്. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ. അതിൻ്റെ 1-ാം വാക്യം വായിക്കുമ്പോൾ അതിൻ്റെ പശ്ചാത്തലം എങ്ങനെയാണ്? യഹോവ ദാവീദിനെ സകല ശത്രുക്കളുടെ കയ്യിൽ നിന്നും ശൗലിൻ്റെ കയ്യിൽ നിന്നും വിടുവിച്ച ശേഷം അവൻ യഹോവയ്ക്കൊരു സംഗീതം പാടി ചൊല്ലിയതെന്തെന്നാൽ, നോക്കണേ, ശത്രുക്കളുടെ കയ്യിൽ നിന്നും ദാവീദിനെ ദൈവം രക്ഷിച്ച ശേഷമാണ് ദൈവത്തിന് വേണ്ടി, ഹല്ലേലൂയ, സ്തോത്രം, ദാവീദ് ഒരു സംഗീതം പാടി ചൊല്ലിയതെന്തെന്നാൽ, അങ്ങനെയാണ് 2-ാം വാക്യം മുതൽ നമുക്കവിടെ കാണുവാൻ കഴിയുന്ന യഹോവ എൻ്റെ ശൈലവും. നോക്കണേ, ദൈവത്തിന് നന്ദി പറയുന്നതായ ഒരു നന്ദി സൂചകമായിട്ടാണ്, സ്തോത്രം, ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള ദാവീദ്, സ്തോത്രം, ദൈവം തന്നെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷിച്ച ശേഷം ദൈവത്തിനൊരു നന്ദി സൂചകം, ഒരു സ്തോത്ര പ്രാർത്ഥനയായിട്ടാണ്, സ്തോത്രം, ഒരു സംഗീതമായിട്ടാണ്, സന്തോഷത്തിന് വേണ്ടി, ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ വേണ്ടി ദൈവഭക്തി എന്നിവണ്ണം പ്രാർത്ഥിക്കുന്നത്, പാടുന്നത്, ദൈവത്തിന് സ്തോത്ര സംഗീതമായിട്ട് പാടുന്നത്, യഹോവ എൻ്റെ ശൈലവും എൻ കോട്ടയും എൻ്റെ രക്ഷകനുമാകുന്നു, എൻ്റെ പാറയായ ദൈവം, അവനിൽ ഞാൻ ആശ്രയിക്കും. എൻ്റെ പരിചയും എൻ്റെ രക്ഷയായ കൊമ്പും എൻ്റെ ഗോപുരവും എൻ്റെ സങ്കേതവും തന്നെ, എൻ്റെ രക്ഷിതാവേ, നീ എന്നെ സാഹസത്തിൽ നിന്നും രക്ഷിക്കുന്നു. നോക്കണേ പ്രിയപ്പെട്ടവൻ്റെ ആ പ്രാർത്ഥനയുടെ രീതി, ദൈവത്തിന് സ്തോത്രം. തനിക്കെതിരെ വരുന്നതായ ഏതൊരു അനർത്ഥത്തിൽ നിന്നും ദൈവം തന്നെ വിടുവിച്ചപ്പോൾ, രക്ഷിച്ചപ്പോൾ, സൂക്ഷിച്ചപ്പോൾ, ശത്രുയുടെ കയ്യിൽ നിന്നും ഹല്ലേലൂയ തമ്പുരാൻ ഹല്ലേലൂയ ഭക്തനെ റിലീസാക്കിയപ്പോൾ, വാസ്തവത്തിൽ ഹല്ലേലൂയ തനിക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താതിരിക്കുവാൻ കഴിയുന്നില്ല. എങ്ങനെയെങ്കിലും ദൈവത്തെ ഒന്ന് പുകഴ്ത്തണം. അതിനുവേണ്ടി സ്തോത്രം, എത്രമാത്രം ദൈവത്തെ വർണ്ണിക്കാമോ അത്രമാത്രം ദൈവത്തെ ഹല്ലേലൂയ വിവിധ പദപ്രയോഗങ്ങൾ ഉപയോഗിച്ച്, സ്തോത്രം, ഹല്ലേലൂയ, ഒരു എഴുത്തുകാരൻ എഴുതുന്നതായ രീതിക്കനുസരിച്ചുള്ളതായ ശൈലിയിൽ, സ്തോത്രം, ഇവിടെ ഭക്തൻ ഹല്ലേലൂയ ദൈവത്തിന് സംഗീതം പാടിയിരിക്കുകയാണ്. എന്തുകൊണ്ട്? എന്തിനു വേണ്ടി? തന്നെ ഹല്ലേലൂയ ശത്രുക്കളുടെ കയ്യിൽ നിന്നും ദൈവം വിടുവിച്ചതുകൊണ്ട്. ഹല്ലേലൂയ, നമുക്കും നമ്മളെയും സ്തോത്രം, നാമും ഹല്ലേലൂയ ചില സന്ദർഭങ്ങളിൽ ദൈവത്തിന് സ്തോത്രം, നമുക്കെതിരെ വരുന്നതായ ശത്രുക്കളുടെ സ്തോത്രം കയ്യിൽ നിന്ന് നാം രക്ഷപ്പെടുമ്പോൾ, നാമല്ല രക്ഷപ്പെടുന്നത്, ദൈവം നമുക്ക് വേണ്ടി ഹല്ലേലൂയ ദൂതനെ അയക്കുന്നതാണ്. നമ്മെ ഹല്ലേലൂയ അപകടത്തിൽ നിന്ന് ദൈവം നമ്മെ ഹല്ലേലൂയ സൂക്ഷിക്കുകയും വിടുവിക്കുകയും രക്ഷിക്കുകയും ചെയ്യുമ്പോൾ, അപകടം ഏത് നിമിഷവും ഏത് മനുഷ്യർക്കും സംഭവിക്കാമല്ലോ. യാത്രയുടെ മധ്യയാകട്ടെ, സ്തോത്രം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സന്ദർഭങ്ങളിൽ ഏതെങ്കിലും ജോലിയുള്ള ബന്ധത്തിലൊക്കെ ആയിരിക്കുന്ന വേളകളിൽ, കടൽ ജോലിയിലോ ഏതൊരു സന്ദർഭങ്ങളിൽ ഏതൊരു ഇടത്തുമായിരുന്നാലും അപകടം ഏത് മനുഷ്യനും എപ്പോഴും വരാം. സ്തോത്രം, ഹല്ലേലൂയ. ആ നിമിഷങ്ങളിലൊക്കെ ദൈവം നമ്മെ സൂക്ഷിക്കുന്ന ആ വിധങ്ങൾ ഓർത്താൽ നമ്മുടെ ദൈവത്തെ എത്രമാത്രം സ്തുതിച്ചാലും മതി വരില്ല. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, സ്തോത്രം.
വലിയ കടൽ തിരകളെ താണ്ടി ഹല്ലേലൂയ കടൽ ജോലിക്ക് പോകുന്ന അനേകർ. സ്തോത്രം. ആ തിരകൾ ഹല്ലേലൂയ തിരയിൽ നിന്നും രക്ഷപ്പെടുമ്പോൾ വാസ്തവത്തിൽ ഹല്ലേലൂയ അവരുടേതായ ആ സന്ദർഭം ഓർക്കണേ. അത് ഓർത്തു നോക്കിയാൽ അതൊക്കെയും ആ അനുഭവത്തിലൂടെ കടന്നുപോയ വ്യക്തിയാണ് ഞാനും പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. വലിയ തിരമാലകളിലൊക്കെയും സ്തോത്രം അടിക്കുമ്പോൾ ആഞ്ഞടിക്കുമ്പോൾ സ്തോത്രം വലിയ തുറ കടൽപ്പാലത്ത് നിന്ന് ചാടി പണിക്ക് പോയ സന്ദർഭങ്ങളുണ്ട് പ്രിയമുള്ളവരെ. സ്തോത്രം. ഇത് മറ്റാർക്കൊക്കെ അറിയില്ല. എൻ്റെ ബന്ധുക്കൾക്ക് പോലും ഇതിൻ്റെ അല്ലെങ്കിൽ സീക്രട്ട് അറിയില്ല. എന്നാൽ ചിലർക്കൊക്കെ അതറിയാം. എന്തുകൊണ്ട്? സ്തോത്രം. ദൈവം ഹല്ലേലൂയ ഓരോരോ അപകടങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നത് മറ്റുള്ളവർ അറിയണം. ഹല്ലേലൂയ. എങ്കിൽ മാത്രമേ അവർ ഹല്ലേലൂയ സ്തോത്രം അവർ ഓരോരുത്തർക്കും ഓരോ അനുഭവങ്ങളുണ്ടല്ലോ പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഹല്ലേലൂയ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്, പാടി മഹത്വപ്പെടുത്തുന്നത്. അതിൻ്റെ 22-ന്റെ 36-ാം വാക്യം വായിക്കുമ്പോൾ നിന്റെ രക്ഷകനെ വരച്ച നീ എനിക്ക് തന്നിരിക്കുന്നു, നിന്റെ സൗമ്യത എന്നെ വലിയവനാക്കിയിരിക്കുന്നു. നോക്കണേ പ്രിയമുള്ളവരെ, ഭക്തന്റെ ജീവിതത്തിൽ യഹോവ ഭക്തന് വേണ്ടി ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ ഓർക്കുമ്പോൾ ഭക്തൻ അടങ്ങിയിരിക്കുവാൻ കഴിയത്തില്ല. ദൈവത്തെ എത്രമാത്രം വർണ്ണിക്കാമോ അത്രമാത്രം വർണ്ണിച്ചുകൊണ്ടിരിക്കുവാൻ ഹല്ലേലൂയ ആ അനുഭവമുള്ളവർക്ക് അങ്ങനെ തോന്നും പ്രിയമുള്ളവരെ. ദൈവത്തിന് സ്തോത്രം. 47-ാം വാക്യം വായിക്കുമ്പോൾ യഹോവ ജീവിക്കുന്നു, എൻ പാറ, വാഴ്ത്തപ്പെട്ടവൻ, എൻ രക്ഷയുടെ പാറയായ ദൈവം ഉന്നതൻ തന്നെ. ദൈവം എനിക്ക് വേണ്ടി പ്രതികാരം ചെയ്യുകയും ജാതികളെ എനിക്ക് കീഴാക്കുകയും ചെയ്യുന്നു. നോക്കണേ ഹല്ലേലൂയ. ദൈവം തമ്പുരാനെ എത്രമാത്രം സ്തുതിച്ചാലും നമുക്ക് മതി വരില്ല പ്രിയമുള്ളവരെ. ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെയും ഹല്ലേലൂയ ദൈവം രക്ഷിക്കുന്ന വിധങ്ങൾ ഓർത്താൽ നമ്മുടെ ദൈവത്തെ എത്രമാത്രം സ്തുതിച്ചാലും നമുക്ക് മതി വരില്ലല്ലോ പ്രിയമുള്ളവരെ. ഞാൻ ഇവിടെ നിർത്തട്ടെ. അപ്പോൾ ഹല്ലേലൂയ ഭക്തന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ ശത്രുക്കളുടെ കയ്യിൽ നിന്നും ദൈവം തന്നെ രക്ഷിച്ചപ്പോൾ, വിടുവിച്ചപ്പോൾ, സൂക്ഷിച്ചപ്പോൾ ഹല്ലേലൂയ നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകും. എല്ലാവരും വിടുവിക്കുന്നെന്ന് നാം കഴിഞ്ഞ 1-2 ദിവസത്തിന് മുമ്പൊക്കെ നമ്മളത് ചിന്തിക്കുവാനിടയായി. വചനത്തോടെ ബന്ധത്തിൽ പ്രിയമുള്ളവരെ. അപ്പോൾ ഹല്ലേലൂയ നമ്മുടെ ദൈവം ഹല്ലേലൂയ ജീവിക്കുന്നു. അവൾ നമ്മെ ഹല്ലേലൂയ സൂക്ഷിക്കുന്ന ദൈവമാണ്. ശത്രുക്കളുടെ കയ്യിൽ വിട്ടുകൊടുക്കാത്ത ദൈവമാണ് നമ്മുടെ ദൈവം. ഞാനിവിടെ നിർത്തട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.